ഹലോ. അപ്പോൾ ഞാൻ കരുതി ഇന്ന് എൻ്റെ ഒരു ജ്വല്ലറി കളക്ഷൻ വീഡിയോ കാണിക്കാമെന്ന്. ഞാൻ കുറച്ച് എത്നിക്ക് പിന്നെ അങ്ങനെ ബേസിക് ജ്വല്ലറീസ് അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ വാങ്ങിയതെല്ലാം മീഷോ, പിന്നെ ഇവിടെ അടുത്തുള്ള കുറച്ച് ഷോപ്പ് അങ്ങനെ ഉള്ളെടുക്കുന്ന വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇൻസ്റ്റാ സ്റ്റോറിൽ നിന്ന് കുറച്ച് വാങ്ങിയിട്ടുണ്ട്, 2-3 ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ബാംഗിൾസ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഇത് നല്ലയില്ലല്ലോ. നല്ല കളറാണ്, പക്ഷേങ്കിൽ എൻ്റെ അടുക്ക ഇപ്പം യെലോന് മാച്ചായ ഡ്രസ്സൊന്നുമില്ല. അപ്പം ഞാനിത് അത്ര അങ്ങനെ ഇട്ടിട്ടില്ല. പക്ഷെ നല്ല പ്രിട്ടി കളറാണിത്, ഭയങ്കര ഇഷ്ടം. ഈ അടുത്ത് വാങ്ങിയതാ, നല്ലൊരു പർപ്പിൾ അടിക്കുന്ന കളർ. ഇത് അമ്മ വാങ്ങിത്തന്നെ. നല്ലൊരു കാണുന്നുണ്ടാവില്ല, പർപ്പിൾ കാണുമ്പോൾ ഒരു ബ്ലാക്ക് പോലെ ഉണ്ടാവും, പക്ഷേ നല്ലൊരു പർപ്പിൾ കളറാണ്, ഡാർക്ക് പർപ്പിൾ. കളർ കാണുന്നുണ്ടോയെന്നറിയില്ല. ഞാൻ ആദ്യം ബാംഗിൾസ് എല്ലാം കാണിച്ചത്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയറിങ്സ് അങ്ങനെ കാണിച്ചത്. 2-3 നെക്ലീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഗോൾഡ് കളറാണ് ഭയങ്കര ഇഷ്ടം. ഈ ഓവർ കൺസ്യൂമിങ് അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്കില്ല കേട്ടോ. ഇപ്പോൾ ഒരു സാധനം ഒരു ഗോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ കുറേ സെയിം സാധനം കുറേയൊന്നും വാങ്ങൂല, ഒരെണ്ണം മാത്രമേ വാങ്ങുള്ളൂ. പിന്നെ നമുക്കങ്ങനെ സെയിം സാധനം തന്നെ കുറേ വാങ്ങി വെക്കുന്ന ഇഷ്ടമല്ല. പിന്നെ ഇപ്പം ഞാൻ മെല്ലെ മെല്ലെ എൻ്റെ വാർഡ്രോബ് മാറ്റി വരുന്നുണ്ട്. ഇപ്പോൾ ഫുൾ കോട്ടൺ, ലെനിൻ അങ്ങനെ ആക്കാനാണ് പ്ലാന്. ഈ സാധാ കുറേ പ്രിൻ്റ് ഉള്ളതെല്ലാം മാറ്റിയിട്ട് കുറച്ച് പ്രിൻ്റ് ഉള്ളത്, ലൈറ്റ് കളേഴ്സ്, പിന്നെ ഫുൾ കോട്ടൺ. ഇപ്പോൾ ഇതെല്ലാം ഇതിനിടക്ക് വാങ്ങിയതാണ്. 160 ഉള്ളൂ കേട്ടോ. അജിയോയിൽ കുറേ ഇങ്ങനെ സെർച്ച് ചെയ്താൽ പ്രൈസിൻ്റെ ഇത് കാറ്റഗറിയിൽ നോക്കിയാൽ മതി. എല്ലാം ഒരു 100-200ൻ്റെ ഉള്ളിൽ തന്നെ നല്ല കോട്ടൺ ഡ്രസ്സസ് ഉണ്ടാവും. കോട്ടൺ തന്നെ നോക്കി വാങ്ങിക്കോട്ടാ. പിന്നെ ഇതിനും പ്യുവർ കോട്ടൺ അങ്ങനെ അതിലും നല്ല ഫ്രീക്വൻസി ഉള്ള ക്ലോത്താണ്. അപ്പോൾ അങ്ങനത്തെ നോക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ പോളിയസ്റ്റേഴ്സ് അങ്ങനത്തെ എല്ലാം നമ്മളെ ബോഡിക്ക് വളരെ മോശമാണ്. തൊണ്ടയിലും പനി പിടിച്ചിട്ട് പോയി. അതേപോലെ ഇത് മെറൂൺ ഷെയ്ഡാണ്. ഞാനില്ലേ ഇങ്ങനെ വെച്ചിട്ടുള്ള കുപ്പിവള ബ്ലാക്കും ഉണ്ട്, പിന്നെ ആ മെറൂൺ തന്നെ. ബാക്കി കുപ്പിവള കാണിച്ചത്. ഇത് ഭയങ്കര രസമില്ലേ, ബ്ലൂ കളർ. ഞാൻ വെറൈറ്റി കളർ വാങ്ങുന്നതിനെക്കാട്ടി കൂടുതൽ അമ്മയാണ് കേട്ടോ വെറൈറ്റി കളേഴ്സ് വാങ്ങിക്കൊണ്ട് തരുന്നത്. നോക്കുക, ഒരു മെറ്റാലിക് കളർ, ക്രീം അങ്ങനത്തെ ഒരു കളറാണ്. പിന്നെ ഇത് ഓറഞ്ച്, കുറേ പൊട്ടിപ്പോയി കേട്ടോ. ഈ ഓറഞ്ചിൻ്റെ ഒരു സെറ്റ് ഉണ്ടായിരുന്നു, ഈ ഓറഞ്ചിൻ്റെ സെറ്റ് ഉണ്ടായിരുന്നു, ഇട്ടിട്ട് കുറേ പൊട്ടിപ്പോയി. ഇപ്പോൾ ഞാൻ ഇങ്ങനത്തെ കാണുമ്പോൾ വാങ്ങണം എന്ന് വിചാരിക്കാറുണ്ട്, പക്ഷേ ഓരോ ഷോപ്പിലൊന്നും ഉണ്ടാവാറില്ല. ഓറഞ്ചും റെഡിൻ്റെയും സെറ്റായത്. ഇതിന് വേറൊരു സൗണ്ടാണ്. കുപ്പിവള തന്നെ, പക്ഷേങ്കിൽ വേറൊരു ടൈപ്പാണ്, കുറച്ചും കൂടി ഒരു കട്ടിയുള്ള മെറ്റീരിയൽ. ഇത് ഇങ്ങനെ വേഗം പൊട്ടില്ല, മറ്റേതെല്ലാം വേഗം പൊട്ടുന്നതാണ്. കുപ്പിവളക്ക് അതിൻ്റെ ഒരു സൗണ്ടെല്ലാം ഉണ്ടല്ലോ, അത് രസമല്ലേ. കല്യാണത്തിനെല്ലാം പോകുന്ന സമയത്ത് ഇടുന്നതാണ്. ഇതൊന്ന് ഗോൾഡ് കളർ ബാംഗിൾസ്. ഇതിൽ ഗോൾഡിൽ കുറച്ച് സിൽവറും ഉണ്ട്. ഇത് നല്ല കളർ, എനിക്കിത് ഭയങ്കര ഇഷ്ടം. ഇത് എൻ്റെ ആൻറ്റീൻ്റെ തന്നിട്ട്, ആൻറ്റി തന്നെയാണ്. 2 ഇങ്ങനത്തെ വാങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ച് നല്ല വെയിറ്റ് ഉള്ളതാണ്. ഇത് വാങ്ങിയിട്ട് ഇപ്പോൾ 1 ഇയർ കഴിയാനായി, എന്നിട്ട് നല്ല ക്വാളിറ്റിയാണ് ഇങ്ങനത്തെ. അതും ഇത് ഒരെണ്ണം പൊട്ടിപ്പോയി കേട്ടോ. അതൊന്ന് ഞാൻ ഇടുന്ന സമയത്ത് ഇങ്ങനെ എൻ്റെ ഡ്രസ്സിൽ വലിഞ്ഞിട്ട് പൊട്ടിപ്പോയി. പക്ഷെ ഇതാ ഞാൻ എപ്പോഴും കല്യാണത്തിനെല്ലാം പോകുമ്പോൾ ഇടൽ. നല്ല രസമല്ലേ.
ഇങ്ങനെ തിളങ്ങും ഫോട്ടോയിലെടുക്കുമ്പോൾ. ബാക്കിയെല്ലാം കളറുള്ള ഇതെല്ലാം പുറത്ത് സാധാ ഡെയിലി പോകുന്ന സമയത്ത് ഇടും. ഇങ്ങനത്തെ തിളങ്ങുന്നതിൽ കല്യാണത്തിന് തന്നെ പോകുമ്പോൾ ഇടും. നമുക്കത് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് കല്യാണത്തിന് പോകുമ്പോൾ ഇടുന്നതിൽ വേറൊരു പാട്ടിലാക്കി വെച്ച്. ഏതാ പാട്ടല്ലേ, പോൺസിൻ്റെ പാട്ട. എൻ്റെ കുറേ ഉണ്ട്. അത്രയ്ക്ക് ഡെയിലി പോൺസ് യൂസ് ചെയ്യുന്ന ആളാണ്. മോയ്സ്ചറൈസർ ഫേവറേറ്റാ. ഇത് ശരിക്കും ഗോൾഡ് അല്ല കേട്ടോ, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മറ്റാ, ആൻറ്റി ടാർണിഷാ. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വാങ്ങിയതാണ്. കാണുന്നുണ്ടോ? ഓക്കെ, ഇപ്പോൾ കാണുന്നുണ്ടാവും. നടുക്കൊരു റോസിൻ്റെ ചിഹ്നവാ. ഇത് വാങ്ങുന്നുണ്ടേ വാങ്ങിക്കോട്ടെ. ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ട് 3 കൊല്ലമാവാനായി. ഇപ്പം കളറിനൊരു കുഴപ്പവും വന്നിട്ടില്ല. ആൻറ്റി ടാർണിഷാ. അപ്പം ഇത് എന്നും കുറേ കൊല്ലം നിൽക്കും കേട്ടോ. ഞാൻ ഇത് ബോക്സിൽ ഇങ്ങനെ ജസ്റ്റ് ഇട്ടൊക്കെ ഉള്ളൂ. പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പാട് മായ്ച്ചാൽ അപ്പാട് പോവും. എൻ്റെ ഈ ചെയിൻ്റെ എല്ലാം അത്രയേ ഉള്ളൂ, ഇത്ര വരെ വരും. ഇവിടെ ഇങ്ങനെ ചെയിൻ ഉണ്ട് കേട്ടോ. ഞാൻ വാങ്ങുമ്പോൾ 300 ആയിരുന്നു, ഇതിനിപ്പോൾ 200. ഈ ഇയറിങ്സ് എനിക്ക് ഫേവററ്റാണ്. ഞാൻ ഇതെൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് ഇടാലെന്ന് വിചാരിച്ച് വാങ്ങിയതാണ് ഈ ഒരിത്. എനിക്ക് സ്റ്റോൺസ് ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. ഇതും ഞാൻ ലാസ്റ്റ് പോയപ്പോൾ വാങ്ങിയത് കേട്ടോ. ഇതിൽ ഡെയിലി വെയറിന് വേണ്ടിയിട്ടുള്ളതല്ലേ. ഇതൊക്കെ എന്തൊക്കെ കുറേ കൊല്ലമായി കേട്ടോ. ഒരു റോസ് ഗോൾഡിൻ്റെ റിങ്ങാണ്. ഇത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വാങ്ങിയതാണ്. ഇൻസ്റ്റാഗ്രാമിൽ 200 ആയിരുന്നു. ഞാൻ എന്നിട്ട് ഇവിടെ തന്നെയുള്ളൊരു ഷോപ്പിൽ പോയി നോക്കി. അപ്പോൾ ഇതേപോലത്തെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ കുറേ നോക്കി. അപ്പോൾ ഒരു ഷോപ്പിൽ ഞാൻ ഈ സെയിം സാധനം കണ്ടു. ഇതന്നെ കണ്ടു. ഇതിന് അവിടെ 150 റുപ്പീസാണ് പറഞ്ഞത്. ഓൺലൈനിൽ 200 ആയിരുന്നു. ഇതിൻ്റെ കളറൊന്നും എവിടെയും പോയിട്ടില്ല. ഇതും വാങ്ങിയിട്ട് ഒരു 3-4 ഇയർ ആയിട്ടുണ്ടാവും. അത് ആൻറ്റി ടാർണിഷ് തന്നെ പറഞ്ഞ് വാങ്ങിയാൽ മതി. നമ്മൾ സാധാ ജ്വല്ലറി വാങ്ങുന്ന സമയത്താണ് കുറച്ച് ഒരു 3-4 മാസം ആകുമ്പോഴത്തേക്ക് എല്ലാത്തിൻ്റെ കളർ പോകും. ആൻറ്റി ടാർണിഷ് നോക്കി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ഇപ്പം 3-4 കൊല്ലമായിട്ട് എൻ്റെ കയ്യിലുള്ള എല്ലാത്തിൻ്റെയും കളറ് വാങ്ങിയതുപോലെ തന്നെയുണ്ട്, ഒന്നും പോയിട്ടൊന്നുമില്ല. ഇത് ഞാൻ അന്നൊരു സാരിക്ക് വേണ്ടി വാങ്ങിയത്, സാരി എടുക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഞാൻ കുറേ പ്രാവശ്യം ഇട്ടതാണ്. ഇട്ടിട്ട് മടുത്ത കമ്മലാണ് ഇത് മീശോയിലുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, പക്ഷേ ഈ കമ്മലിന് വേണ്ടി ഞാൻ വാങ്ങിയത്. ഇതിൻ്റെ അപ്പുറം വലിയ ജുമുക്കലുണ്ട്, അത് വേഗം പൊട്ടിപ്പോയി. സെൻറ്റിമെൻറ്റ്സ് ഉള്ള സാധനം ഫ്രണ്ട് ആയിരുന്നുകൊണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മീശോൻ്റെ കമ്മലിൻ്റെ അപ്പുറം ഇത് 2ാമത്തെ സാധനം. 3ാമത്തെ പൊട്ടിപ്പോയി, ഇത് 2ാമത്തെ. ഇതും നല്ല രസമാണ്. എത്നിക്കിൻ്റെ അപ്പുറം ഇടാൻ ഭയങ്കര രസമാണ്. ഇതും നൈസാണ്. എത്നിക്ക് ഇടുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കട്ടോ. അങ്ങ് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ എല്ലാം. എൻ്റെ ഗോ ടു ആയിട്ടുള്ള കമ്മല. ഇത് അധികം ഞാൻ യൂസ് ചെയ്യുന്ന അല്ലേ. ഇതെൻ്റെ ചേച്ചി ഗിഫ്റ്റ് ചെയ്തതാന്ന് തോന്നുന്നു. ഇതിൽ നടുക്കൊരു പീക്കോക്ക, ഒരു പിങ്ക് ഇതുള്ളതാണ്. പക്ഷേ ഇതെൻ്റെ സൈസിന് ചെറുതാണ്. രസമില്ലേ? ഇത് ആൻറ്റി ടാർണിഷാ. ഇതിന് എനിക്ക് 60 70 അങ്ങനെ എന്തോ ആയെന്ന് തോന്നുന്നു. എന്തായാലും 100 ബിലോ ആയതിന്. ഞാനെല്ലാം ഇങ്ങനത്തെ ബോക്സിലാക്കി വെക്കാം ട്രൈ ചെയ്യാം. ഇത് ഞാനൊരു ഇൻസ്റ്റാ സ്റ്റോറിൽ നിന്ന് വാങ്ങിയത്. നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയാണ്. ഞാനിത് സാരീൻ്റെ കൂടെ ഇടാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. നല്ല രസമാണ് ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനില്ലേ
ഈ മാലയും കമ്മലും വാങ്ങിയത് ഓരോ മാല വാങ്ങുന്ന സമയത്ത് അതിൻ്റെ കൂടെ വരുന്ന കൂട് കമ്മലാണെങ്കിൽ തന്നെ കാണാൻ വലിയ രസം ഉണ്ടാവില്ല. ഞാൻ വിചാരിച്ചു ഇതും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ നല്ലൊരു ഡിസൈൻ കണ്ടിട്ട് ഞാൻ കമ്മലിന് വേണ്ടി വാങ്ങിയതാണ് ഇത്. ഭയങ്കര ഇഷ്ടമാണ്. ചെറുതാണെങ്കിൽ നല്ല ഡിസൈൻസ് എല്ലാം ഉണ്ടോ ഇതിൽ. രസമല്ലേ? നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഈ കമ്മലിന് തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. ഇത് നല്ല ക്വാളിറ്റി കേട്ടോ. ഇങ്ങനെ വേണമെങ്കിലും ഇടാം, ചോക്കർ പോലെ വേണമെങ്കിലും ഇടാം. ഇത് ഇങ്ങനത്തെ ബോക്സിൽ അങ്ങനെ ഫുള്ള് സെറ്റായിട്ടാണ് വന്നത്. അതുകൊണ്ട് ഈ മാല വെക്കാൻ വേണ്ടി വേറെ ബോക്സ് ഒന്നും വേണ്ട, ഇതിൽ തന്നെ. രസമല്ലേ? അല്ലേ? ഈ വിഷുവിന് ട്രൈ ചെയ്തൊക്കെ കേട്ടോ. ഓരോ ഷോപ്പിൽ ഓൺലൈൻ സ്റ്റോറിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓരോ ഓൺലൈൻ സ്റ്റോറിൽ ഇതിന് 500-നുണ്ട്, 600-നുണ്ട്, ഓരോന്നിൽ 700, 800 എല്ലാം ഇട്ടിട്ടുണ്ട്. എന്തിനാണാവോന്ന് എനിക്കൊന്നും അറിയില്ല. പക്ഷെ കമ്മലെല്ലാം അടിപൊളിയാണ്. മാല എപ്പോൾ ഇട്ടിട്ടില്ലെങ്കിലും കമ്മൽ അധികം ഡ്രസ്സിനൊപ്പം ഇടാൻ പറ്റുന്നതാണ്. എനിക്ക് ഗോൾഡിൻ്റെ ഒരു കമ്മൽ വേണമെന്ന് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഗോൾഡിൻ്റെ ഒരു കൂട് പോലെ. അപ്പോൾ അതാണ് ഞാൻ ഇത് വാങ്ങിയത്. അപ്പോൾ മാലയും കമ്മലും ഒപ്പരം കിട്ടുമല്ലോ. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ജുംക്ക. 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലായിട്ടുള്ള സമയത്ത് വാങ്ങിയതാണ്. ഇത് വേറെ ജുംക്ക. പിന്നെ നടുക്കത്തെ മുത്തളകി പോയടോ, അതാ കുഴപ്പം. മീഷോന്ന് വാങ്ങിയതാട്ടോ. ഇപ്പം അതങ്ങനെ യൂസ് ചെയ്യാറില്ല. പണ്ട് ഞാനൊരു എത്നിക് ക്വീൻ എന്നല്ല പറയാൻ പറ്റും. ഞാൻ പണ്ട് കുറേ എത്നിക്കിൻ്റെ മീഷോന്ന് ഇങ്ങനെ വാങ്ങി കൂട്ടി യൂസ് ചെയ്യാറുണ്ട്. ആ സമയം അവരേതാ അശ്വി അങ്ങനെയല്ലേ? അവർ ആ സമയത്തെല്ലാം ഈ മുംബൈയിലത്തെ ഏതോ ഒരു വലിയ സ്റ്റോറിലെല്ലാം പോയി ഇങ്ങനത്തെ വാങ്ങുന്നതൊക്കെ വീഡിയോ കാണുമ്പോൾ ഞാൻ ആലോചിക്കും, ഓ നല്ല രസമുണ്ടല്ലോ അങ്ങനെ വെച്ച്. ഈ മാലയ്ക്ക് 500 ആയേട്ടാ. ഇത് ഞാൻ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതല്ല. ഇവിടുത്തെ ഒരു ഏതാ തിരൂർ പൊന്നിൻ്റെ ഷോപ്പില്ലേ, തിരൂർ പൊന്നിൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല ഇതിൻ്റെ കളറൊന്നും പോയിട്ടൊന്നുമില്ല. വാങ്ങിയിട്ട് ഇപ്പോൾ 2-3 കൊല്ലം ആവാനായി തോന്നുന്നു. നല്ലില്ലേ? ഇതെല്ലാവരുടെ കഴിവിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇതിനാകെ 30 രൂപ ഉണ്ടായിട്ടുള്ളൂ. പണ്ട് ഈ ഓരോ ഷോപ്പിലെല്ലാം ഉണ്ടാവില്ലേ, ഷോപ്പിലല്ലേ ഈ തൂക്കിയിട്ടിട്ട് വിൽക്കൂലേ, ഈ റോഡിൻ്റെ സൈഡിൽ, എന്താ പറയുക, ഫുട്പാത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ വെക്കൂലേ, ആ ടൈമിൽ ഞാൻ വാങ്ങിയത്. ഇതും 2 വാങ്ങിനി. ഞാൻ ഒന്ന് എൻ്റെ ടീച്ചർക്ക് ഗിഫ്റ്റ് ചെയ്ത്. ആ സമയത്ത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. ആ മിസ്, ഞാൻ കൊടുത്ത ആ മിസ്സിന് ഞാൻ തോന്നുന്നു പണ്ട് സ്റ്റുഡൻസിൽ ആ ടീച്ചർക്ക് ആ സമയത്ത് ചെറിയ വയസ്സേ ഉണ്ടായിട്ടുള്ളൂ, വലിയ ഏജൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ കുട്ടികളെല്ലാവരും കൂടിയിട്ട് മിസ്സിൻ്റെ തക്കാളി വിളിക്കും. മിസ്സ് കുറച്ച് നല്ല റൗണ്ട് ഫേസാണ്, മുഖം വേഗം റെഡാവും, വേഗം ബ്ലഷെല്ലാം അടിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ആണെങ്കിൽ നല്ല ബ്ലഷ് ഇടല്ലോ പറഞ്ഞ് നല്ല അങ്ങനെ ഇതാക്കല്ലേ. ആ സമയത്ത് മിസ്സിനെ എല്ലാവരും തക്കാളി വിളിച്ചിട്ട് മിസ്സിന് ഭയങ്കര സങ്കടമായി. പിന്നെ മിസ്സ് അപ്പാട് കരഞ്ഞു. പക്ഷെ നമുക്ക് ആ സമയത്ത് ഭയങ്കര കോമഡിയായിരുന്നു കേട്ടോ. അത് ആരും എന്നോട് വന്ന് പറഞ്ഞു, മിസ്സിനെ ആ തക്കാളിയൊന്നും ഞാൻ ഇതുവരെ വിളിച്ചില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ചെറിയ ജ്വല്ലറി കളക്ഷൻ. ഞാൻ അധികം യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് എന്താ കുറേ വാങ്ങി വെക്കാത്ത. ലൈക്ക് ഓവർ കൺസ്യൂമർസ് എനിക്കിഷ്ടമല്ല. പിന്നെ വെറുതെ എന്തിനാ ഇങ്ങനെ പൈസ കൊണ്ട് കളയുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്ന എല്ലാം പണ്ടേ ഉള്ള ജ്വല്ലറി ആണ് ഇടല്. പിന്നെ ഉള്ളതെല്ലാം കുറച്ച് മാത്രം ഡെയിലി വെയറിന് വേണ്ടിയിട്ട് ആൻറ്റി ടാർണിഷ് വാങ്ങി വെക്കും. ഞാൻ ഇൻസ്റ്റയിൽ 2-3 സ്റ്റോറ് ഞാൻ കമൻറ്റിൽ മെൻഷൻ ചെയ്യാം. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള 2-3 സ്റ്റോറിൻ്റെ ഇതിനെ മെൻഷൻ ചെയ്യാം. എനിക്ക് moonlit_jewels8 എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഞാൻ ഒരു
ബ്രേസ്ലെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ടെന്നീസ് ബ്രേസ്ലെറ്റ്. അപ്പോൾ ഓർഡർ ചെയ്തത് ഗോൾഡ് കളറ്, നല്ല വലിയ ഒരു ചെയിൻ അങ്ങനെയെല്ലാം വാങ്ങിയത്. എന്നിട്ട് എനിക്ക് അയച്ചു തന്നത് നേരെ ഓപ്പോസിറ്റ്. ഞാൻ ഗോൾഡ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പം അധികം ഞാൻ പണ്ടത്തെ നിക്ക് ജ്വൽസ് യൂസ് ചെയ്യാത്തതെന്ന് പറഞ്ഞില്ലേ. അപ്പം ഞാൻ ഇവരുടെ അടുക്കുന്ന വാങ്ങിയത് 240 റുപ്പീസിന് ഒരു ബ്രേസ്ലെറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗോൾഡ് പറഞ്ഞു, അയച്ചത് സിൽവറാണ്. നേരെ ഇത്തിരിയുള്ള, ഞാൻ അധികം ഷോപ്പിലും കണ്ടിട്ടുണ്ട്, ഒരു 50 രൂപേൻ്റെ സാധനം ഉണ്ടാവുള്ളൂ. അത് എനിക്ക് സാധനം മാറ്റി തന്നു, പറ്റിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്ചേഞ്ച് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ റീഫണ്ട് തരുമോ എന്തെങ്കിലും ചോദിച്ചു. ഉറപ്പാടെന്നെ ബ്ലോക്ക് ആക്കിയിട്ട് പോയി. അപ്പോൾ ആ പൈസ അവിടെ പോയി കിട്ടി. 240 രൂപ വെറുതെ പോയി. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരിക്കലും ഈ എല്ലാ ഇൻസ്റ്റയിലത്തെ സ്റ്റോറിനെയും വിശ്വസിക്കാൻ പാടില്ല. വിശ്വസിച്ചിട്ട് വാങ്ങാൻ നിൽക്കാൻ പാടില്ല. റിവ്യൂസ് ആദ്യം നോക്കുക. എല്ലാ റിവ്യൂസിലും വാങ്ങിയ ആൾക്കാരുടെ ID മെൻഷൻ ചെയ്തിട്ടുണ്ടോ നോക്കുക. എന്നിട്ട് ആ ID കയറ്റിയിട്ട് അവരോടൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ വാങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം ഈ മൂൺലൈറ്റ് ജ്വൽസ് സാധനം അയച്ചരും, പക്ഷെ പൊട്ട സാധനം അയച്ചരാം. ഒരു ക്വാളിറ്റി ഇല്ലാത്ത, വേഗം മുത്തളകി പോകുന്ന അങ്ങനത്തെ സാധനങ്ങൾ അയച്ചരാം. പിന്നെ എനിക്ക് അയച്ച സാധനത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഗോൾഡ് പറഞ്ഞിട്ട് അതിന് നേരെ സിൽവർ കളറ് നല്ല വ്യത്യാസമുള്ള സാധനം അയച്ചെന്ന്. അപ്പം ഞാൻ ബ്ലോക്ക് ചെയ്ത്, അന്നെ ഇങ്ങോട്ട് ബ്ലോക്ക് ചെയ്ത്, ഞാൻ അങ്ങോട്ടും ബ്ലോക്ക് ചെയ്ത്. മതിന് അറിയാണ്ട് പോയി വാങ്ങിയിട്ട് പൈസ കളയണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സ്മോൾ ഹോൾ. ഇന്ത്യയും ഇതെവിടെ നിന്നാണ് വാങ്ങിയത് എന്നുള്ളത്, ആ ഒരു ഫ്ലവറിൻ്റെ ഒരു ചെയിനില്ലേ, അതും വാങ്ങാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റ ID പേര് ഞാൻ കമൻറ്റിലിടാം കേട്ടോ. ബൈ ബൈ, അടുത്ത വീഡിയോ കാണാം കേട്ടോ.